കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുറ്റിപ്പുറം പഞ്ചായത്തിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ജനകീയ വികസന പത്രികയുടെ പ്രകാശനം ഒക്ടോബർ 16-ന് നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആസൂത്രണം തുടങ്ങിയിട്ട് ഇന്ന് വരെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പുരോഗതിയെ കുറിച്ചിട്ട് ഒരു പഠനം നടത്താനായിട്ട് നാളത്തെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ജനങ്ങളുടെ ഡിസ്കഷനോട് കൂടി ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഒരു പത്രിക തയ്യാറാക്കുകയാണ് നമ്മുടെ ശാസ്ത്ര പരിഷത്ത് അങ്ങനെ ഒരു തീരുമാനത്തിൽ 150ഓളം പഞ്ചായത്തുകൾ കേരളത്തിൽ ചെയ്യുന്നുണ്ട്. അതിനകത്ത് മലപ്പുറം അടക്കമാണ് 150ഓളം. മലപ്പുറത്ത് 12 പഞ്ചായത്തുണ്ട്, 12 പഞ്ചായത്തുകൾ. അതിൽ കുറ്റിപ്പുറത്ത് നമ്മൾ 12 പഞ്ചായത്തിൽ ഒന്ന് കുറ്റിപ്പുറമാണ്. കുറ്റിപ്പുറം പഞ്ചായത്തിൽ നമ്മൾ ഇങ്ങനെ ഈ ഒരു വികസന സമിതി രൂപീകരിച്ച് അതിന്റെ നടപടിക്രമങ്ങൾ ഞങ്ങൾ പല ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിട്ട് ഒരുപാട് പല മേഖലകളിലായിട്ട് ഇപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൃഷി വികസനം, ആരോഗ്യം, അതുപോലെ വിദ്യാഭ്യാസം, കുടിവെള്ളം, മാലിന്യ സംസ്കരണം, കൃഷി, ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ഡിസ്കഷൻസ് നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പത്രിക, അതിന്റെ പ്രകാശനമാണ് 16-ാം തീയതി വൈകിട്ട് 3 മണിക്ക് കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഇറപ്പുറത്തോടെയാണ് ഉദ്ഘാടനം ചെയ്തത്. പങ്കെടുക്കുന്ന ആളുകൾ വി മണികണ്ഠൻ, പരിഷത്തിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അധ്യക്ഷനായിട്ട് ഇവിടുത്തെ വാർഡ് മെമ്പർ ജയകുമാറുണ്ട്. ഈ പദ്ധതിയിൽ അന്നത്തെ ദിവസം വരുന്ന നിർദ്ദേശങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒക്ടോബർ 16-ന് വൈകിട്ട് 3-ന് റിറ്റ്സി ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പറത്തുടി നിർവഹിക്കും. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 150 പഞ്ചായത്തുകളിൽ ജനകീയ വികസന പത്രിക തയ്യാറാക്കുന്നുണ്ട്. ജില്ലയിൽ 12 പഞ്ചായത്തുകളിലാണ് പത്രിക തയ്യാറാക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ജില്ലാ കമ്മിറ്റി വിവിധയിടങ്ങളിലായി 3 വാഹനജാഥകൾ നടത്തും. കുറ്റിപ്പുറം മേഖലാ ജാഥയ്ക്ക് നവംബർ 2-ന് രാവിലെ 11-ന് കുറ്റിപ്പുറത്ത് സ്വീകരണം നൽകും. വികസന പത്രിക എല്ലാ വാർഡുകളിലും ചർച്ച ചെയ്യുമെന്നും ജനകീയാസൂത്രണം, പിന്നിട്ട വഴികൾ, മുന്നോട്ടുള്ള പാതകൾ എന്ന വിഷയത്തിൽ ചർച്ച നടത്തുമെന്നും ഭാരവാഹികളായ ഹമീദ് കക്കട്ടിൽ, കൺവീനർ ബഷീർ പൂക്കോട്ട്, വി രാജലക്ഷ്മി, ഗീത എന്നിവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ.